എവിടെ പോയാലും അറിയാത്തവരും അറിയുന്നവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വർഷം ഫിലിം ഫീൽഡ് ഉണ്ടായിട്ട് അനീഫ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അത് ശരിക്കും നമുക്ക് വല്ലാത്ത മാനസിക വിഷമം, എനിക്ക് മാത്രമല്ല പെങ്ങൾക്കും. അതിൻ്റെ ഒരു റൈറ്റാണ് ശരിക്കും ഈ ഒരു ഹൗസ് വാമിങ്ങിൽ. പെങ്ങൾക്കൊരു വാശിയായിരുന്നു, ഹനീഫ് ഖാൻ്റെ സമ്പാദ്യം കൊണ്ട് തന്നെ ഈ വീട് നിർമ്മിക്കണമെന്ന്. ഹനീഫ് ഖാൻ്റെ അസുഖം 4 മാസം മുമ്പാണ് ഇവൻ ഭാര്യ പോലും അറിയുന്നുള്ളൂ. ഹനീഫ് ഖാൻ ലാസ്റ്റ് ഒരു 5 to 6 years ആണ് ഏറ്റവും പീക്ക് സമയം. ആ ഒരു കോമ്പിനേഷൻ, ദിലീപ് സലീം കുമാറിൻ്റെ അരിസ്റ്റേഷൻ, ആ ഒരു കോമ്പിനേഷൻ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കോമ്പിനേഷൻ. കാരണം ഞങ്ങളൊക്കെ ടീനേജിൽ ഞങ്ങൾ ശരിക്കും ആസ്വദിക്കുന്ന സമയമാണ്. മമ്മൂക്ക ഹൈദരാബാദാണ്, വന്ന ഉടൻ തന്നെ വീട് കാണാൻ വേണ്ടി വരുന്നൊക്കെ പറഞ്ഞിരുന്നു. എല്ലാവരും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇവരെ ഷൂട്ട് കഴിഞ്ഞാൽ അവരെ ഫ്രണ്ട്ഷിപ്പ് അവിടെ തുടരുന്നതാണ്. ഇന്ന് കട്ട് ഓഫ് ചെയ്തിട്ട് കാരാവലിലേക്ക് പോകുന്ന സമയത്തൊക്കെ അന്ന് ഷൂട്ട് കഴിഞ്ഞിട്ടായിരുന്നു അവരെ സന്തോഷങ്ങൾ. ലാസ്റ്റ് ഹനീഫ് ഖാൻ്റെ ഷൂട്ടിങ് UAE-ലാണ്, റാസൽ ഖൈമ ദുബായിലാണ് വന്നത്. ഡോക്ടർ വിളിച്ച് ഹനീഫ് ഖാൻ ഡോക്ടറോട് പറഞ്ഞു പറയരുതെന്ന് പറഞ്ഞ സമയത്ത് ഡോക്ടർ നിർബന്ധപരമായിട്ടും പെങ്ങളെ വിളിച്ച് പറയുന്നൊരു സീന്. ഹനീഫ് ഖാൻ അവർ പറഞ്ഞ വാക്കുണ്ടായിരുന്നു, നിനക്ക് ഞാൻ എല്ലാം കരുതി വെച്ചിട്ടുള്ളത്, അതാണ് ഈ ഒരു 16 വർഷം ഈ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം ബ്രദറായ എൻ്റെ പോലും പൈസ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പെങ്ങൾ ഇത്രയും നാൾ കാത്തിരുന്നത്. ഞങ്ങളൊക്കെ തലശ്ശേരിക്കാരാണ്. പെങ്ങള് കള്ളം കഴിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. ഹനീഫ് ഖാൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി, ഹനീഫ് ഖാൻ്റെ പേരിന് മുന്നിൽ കൊച്ചിൻ, അതുപോലെ ഹനീഫ് ഖാൻ ഉറങ്ങുന്നത് ഈ മണ്ണിലാണ്, ഇവിടെ തന്നെ നിൽക്കണമെന്നുണ്ട്. ഈ 16 വർഷവും പെങ്ങൾ ഇവിടെ, നിങ്ങൾക്ക് പറഞ്ഞ പോലെ വാടക വീട്ടിൽ നിന്ന് അവരൊരു ടൈമിനോട് അവർ വെയിറ്റ് ചെയ്തു. ഹനീഫ് ഖാൻ്റെ എല്ലാം താമസിച്ചിട്ടാണ്, കല്യാണം താമസിച്ചിട്ടാണ്, കുട്ടികൾ താമസിച്ചിട്ടാണ്. അതുപോലെ അവർക്കൊരു ടൈം ഉണ്ടെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് എൻ്റെ പെങ്ങൾ. അവർ കാത്തിരുന്നു. ഇന്ന് അൽഹംദുലില്ലാ. ചില സമയത്ത് ഹനീഫ് ഖാൻ കരയാറുണ്ട് മക്കളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട്. കാരണം ഇനി എത്ര നാളെന്നുള്ളത് ഹനീഫ് ഖാക്ക് ഒരുപക്ഷെ അറിയായിരുന്നു. ആ മക്കളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞതൊക്കെ പിന്നീടാണ് കൂട്ടി വായിച്ചത് എൻ്റെ പെങ്ങള്. കണ്ട ഹനീഫ് ഖാനെല്ലാം ആകെ മാറിയിട്ടുണ്ട്, ക്ഷീണിതനാണ്, എത്രയോ കിലോ കുറഞ്ഞിട്ടുണ്ട്, വീൽ ചെയറിലാണ് വരുന്നത്. നിൻ്റെ മുഖഭാവം മാറാൻ പാടില്ല, ധൈര്യത്തോടു കൂടി നിൽക്കണം, കാരണം നിന്നെ ഹനീഫ് ഖാൻ ശ്രദ്ധിക്കുമെന്ന്. ഞാൻ എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. എയർപോർട്ടിൽ വീൽ ചെയറിൽ ഇന്ന് വരെ കണ്ടില്ലാത്ത രീതിയിൽ ഇന്നും തുള്ളിച്ചാടി വരുന്ന ഹനീഫ് ഖാൻ വീൽ ചെയറിൽ ആ വരുന്ന രംഗം. പൈസ വാങ്ങിച്ചു പോയി, ഒരു കമ്മിറ്റ്മെൻറ്റ്. ഈവൻ മമ്മൂക്ക പോലും പറഞ്ഞു, മമ്മൂക്കയും പ്രിയേട്ടനും ഒക്കെ പറഞ്ഞു, പ്രിയദർശനൊക്കെ പറഞ്ഞു, നീ പോകരുത്, നിൻ്റെ സിറ്റുവേഷൻ അങ്ങനെയെല്ലാം പറഞ്ഞു. പക്ഷേ വാങ്ങിച്ച ആ പൈസ, അതുപോലെ കമ്മിറ്റ്മെൻറ്റ്, ആ രംഗം അഭിനയിച്ച് ഇവിടെ വന്ന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അതോടെ ആണ് കൊള്ളാം. കാലം മാറി, ഇനി അങ്ങോട്ട് എൻട്രി മസ്റ്റാ. സ്കില്ലിൽ മുന്നിൽ നിൽക്കാൻ മുന്നിലുണ്ട് ഇൻഡിമാൻഡ് കോഴ്സുകൾ. എൻട്രി, ഡൗൺലോഡ് ദി ആപ്പ് നൗ. ഞാനിപ്പോൾ ഉള്ളത് മലയാളത്തിൻ്റെ പ്രിയ നടൻ കൊച്ചിൻ ഹനീഫിക്കയുടെ വീട്ടിലാണ്. എനിക്കറിയാം ഈ വീട് കാണാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയാണെന്ന്. ഇന്ന് നമ്മൾ ഈ വീടാണ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വരൂ, നമുക്ക് ഒരുമിച്ച് പോവാം. ഹലോ, നമസ്കാരം. വെൽക്കം. ഇത്രയും കുട്ടികളുണ്ടോ ഇവിടെ? അതിപ്പോ ഷോപ്പിങ്ങിന് പുറത്തിറങ്ങിയിട്ടുള്ളൂ. ഞാൻ എൻ്റെ വൈഫ് ഉള്ളതല്ലേ, കാണാൻ പറ്റിയില്ല. ഇപ്പൊ പ്രേക്ഷകരുടെ ഒത്തിരി പേരുടെ ആഗ്രഹമാണ് ഹനീഫിക്കയുടെ വീട് ഒന്ന് മുഴുവനായിട്ട് കാണണമെന്ന്. ആഗ്രഹമാണ് നമ്മൾ ഇന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. 16 വർഷത്തെ ഒരു കാത്തിരിപ്പ്. അതിപ്പം ഫാമിലി പോലെ തന്നെ ഫിറോസയ്ക്ക് ഒരുപാട് കാത്തിരുന്നാണ് ഈ ഒരു വീട് എന്നൊരു സ്വപ്നം. അത് ഇപ്പം നടന്നപ്പോഴുള്ള ഒരു ഫീൽ എന്താ ശരിക്കും വീട്ടിൽ നിൽക്കുമ്പോൾ? ശരിക്കും പടച്ച റബ്ബിനോട് സ്തുതി. അതുപോലെ തന്നെ ഹനീഫ് ഖാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി. 16 വർഷം ഇപ്പം നിങ്ങളിപ്പോൾ പറയുന്ന സമയത്ത് അത് ഹൈലൈറ്റ് ചെയ്തത് 16 വർഷം ഇപ്പം പറയാൻ എളുപ്പമാണ്, പക്ഷേ പെയിൻഫുൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് എൻ്റെ ഫാമിലി നീങ്ങിയത്. അതൊരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പടച്ച റബ്ബ് ഓരോരുത്തരെയും ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മുന്നേ നിശ്ചയിച്ച് എന്തെങ്കിലും ഉണ്ടാവാം. ഒരു
നന്മയുടെ കയ്യൊപ്പ്. എൻ്റെ ജീവിതത്തിലെ ഒരു നന്മയുടെ കയ്യൊപ്പ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലൈഫ് അച്ചീവ്മെൻറ്റ് ഈ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വമാണ്. ഒരുപാട് സന്തോഷം. എല്ലാ വീഡിയോസിന്റെ താഴെ വരുന്ന ഒരു പ്രധാന ഡൗട്ടാണ് ആളുകൾക്ക്, ചിലർക്ക് അറിയാം ചിലർക്ക് അറിയില്ല, എന്തുകൊണ്ടാണ് ഈ 16 വർഷത്തെ കാത്തിരിപ്പ് എന്ന്. അത് ഇപ്പോൾ ഒരു ഡൗട്ട് ഇതോടുകൂടി നമുക്ക് ക്ലിയർ ചെയ്യണം. എന്താണ് ഈ 16 വർഷത്തെ ഒരു കാത്തിരിപ്പ്? അനീഫ് ഖാൻ്റെ അഭിമാനിയാണ്. അപ്പം അനീഫ് ഖാൻ ബാക്കി വെച്ച കുറച്ച് സ്വപ്നങ്ങളുണ്ട്, അത് ഓരോന്നായിട്ട് നിറവേറ്റുകയാണ് എൻ്റെ പെങ്ങൾ. അതിൽ പെങ്ങൾക്കൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അനീഫ് ഖാൻ്റെ പൈസ കൊണ്ട് തന്നെ വീട് നിർമ്മിക്കുക എന്നുള്ളത്. കാരണം ഞങ്ങളൊക്കെ ഉണ്ടായിട്ടും അനീഫ് ഖാൻ്റെ പൈസ കൊണ്ട് തന്നെ നിർമ്മിക്കുക എന്നുള്ളത്. അതിന് വേണ്ടി ഒരു 16 വർഷം കാത്തിരിക്കേണ്ടി വന്നത്. കാരണം മക്കൾ ഒരു മൈനറിൽ നിന്ന് മേജർ ആവേണ്ട ആ ഒരു 18 ഇയേഴ്സ്. അനീഫ് ഖാൻ പോകുന്ന സമയത്ത് മക്കൾക്ക് 4 വയസ്സായിരുന്നു. പിന്നീട് അങ്ങോട്ടാണ് ഈ എല്ലാ യാത്രയും. അപ്പോൾ ആ ഒരു 18 ഇയേഴ്സ് ഒക്കെ ആവേണ്ട കുറച്ച് കാലതാമസം. അതാണ് ഈ ഒരു 16 ഇയേഴ്സ് പരാതിയോ പരിഭവമോ ഇല്ലാതെ ക്ഷമയോടുകൂടി ആ കുടുംബം മൂവർ സംഘം ഒരാളോടും ഒന്നും പറയാതെ കാത്തിരുന്നു അനീഫ് ഖാൻ്റെ സ്വപ്നം പൂവണിയാൻ വേണ്ടി. ഒരു അഭിമാനിയായിരുന്നു. തീർച്ചയായിട്ടും അത് കേൾക്കുമ്പോൾ തന്നെ ഒരു അമ്മ ഇത്രയും 2 മക്കളെ ഇത്രയും വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ട് വളർത്താന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. അത് പല അമ്മമാർക്ക് അത് ഭയങ്കര ഒരു മോട്ടിവേഷൻ കൂടിയാണ്. മറ്റൊന്നു കൂടി പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ തലശ്ശേരിക്കാരാണ്. പെങ്ങള് കള്ളം കഴിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. അനീഫ് ഖാൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അനീഫ് ഖാൻ്റെ പേരിന് മുന്നിൽ കൊച്ചിൻ, അതുപോലെ അനീഫ് ഖാൻ ഉറങ്ങുന്നത് ഈ മണ്ണിലാണ്. ഇവിടെ തന്നെ നിൽക്കണമെന്നുണ്ട്. ഈ 16 വർഷവും പെങ്ങൾ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞ പോലെ വാടക വീട്ടിൽ നിന്ന് അവരുടെ ടൈമിനോട് അവർ വെയിറ്റ് ചെയ്തു. അനീഫ് ഖാൻ എല്ലാം താമസിച്ചിട്ടാണ്, കല്യാണം താമസിച്ചിട്ടാണ്, കുട്ടികൾ താമസിച്ചിട്ടാണ്. അതുപോലെ അവർക്കൊരു ടൈം ഉണ്ടെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് എൻ്റെ പെങ്ങൾ. അവർ കാത്തിരുന്നു. ഇന്ന് അൽഹംദുലില്ലാ. എനിക്ക് ഞാൻ പറയുമ്പോൾ ഇവരുടെ കല്യാണ ഫോട്ടോ പെട്ടെന്ന് ഇവിടെ ഫ്രെയിമിൽ ആദ്യം കണ്ടത് 94 ആൻഡ് അന്ന് ഒരുപാട് പേരല്ലേ കൂടെ വർക്ക് ചെയ്ത്. ഈ 3 ഫോട്ടോ തന്നെ ഇവിടെ വെക്കാനുള്ള കാരണം എന്താ? എന്തെങ്കിലും റീസൺ ഉണ്ടോ? പ്രിയപ്പെട്ട ഒരു ഫോട്ടോ എന്ന നിലയിലാണോ? അല്ല, ഒരു കല്യാണത്തിന്റെ ഫോട്ടോ, പിന്നെ അനീഫ് ഖാൻ, പിന്നെ ഇത് പ്രിയപ്പെട്ടതാണല്ലോ. കാരണം ഒരുപാട് പ്രാർത്ഥനകളും നേർച്ചകളും ഒരുപാട് വൈകിട്ടുണ്ട് മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട്. അനീഫ് ഖാൻ വിട പറയുന്ന സമയത്ത് മകൾക്ക് 4 വയസ്സായിരുന്നു. അനീഫ് ഖാൻ ഒരു പീക്ക് സമയമായിരുന്നു. അനീഫ് ഖാൻ ലാസ്റ്റ് ഒരു 5 to 6 ഇയേഴ്സ് ആണ് ഏറ്റവും പീക്ക് സമയം. ആ ഒരു കോമ്പിനേഷൻ, ദിലീപ് സലീം കുമാറിന്റെ അരിസ്റ്റേഷൻ, ആ ഒരു കോമ്പിനേഷൻ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കോമ്പിനേഷൻ. കാരണം ഞങ്ങളൊക്കെ ടീനേജിൽ ഞങ്ങൾ ശരിക്കും ആസ്വദിക്കുന്ന സമയമാണ്. ആ സമയത്ത് അനീഫ് ഖാൻ ലാസ്റ്റ് 6 ഇയേഴ്സ് ഒക്കെ അനീഫ് ഖാൻ വരുന്ന സമയത്ത് മക്കൾക്ക് ഒരു 3.5-4 വയസ്സായിരുന്നു. അന്ന് ബാക്ക് ടു ബാക്ക് ഷൂട്ടിംഗ് ആയിരുന്നു. രാവിലെ ഒരു സെറ്റ്, ഈവനിങ് ഒരു സെറ്റ്, വീട്ടിലെത്തുമ്പോൾ 2 മണി 3 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ മക്കളെ ഉറങ്ങുന്നതായിരിക്കും. രണ്ടുപേരും കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയും കൊതി തീരുന്നില്ല. കാരണം ആ സമയത്ത് ഏകദേശം അനീഫ് ഖാക്ക് അറിയായിരുന്നു. അനീഫ് ഖാക്ക് അസുഖം വന്ന് അനീഫ് ഖാക്ക് അറിയാം. പക്ഷേ ഞങ്ങളൊക്കെ അറിയുന്നത് 4 മാസം മുമ്പ് മാത്രമായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്റർ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ ഒരു ചില സമയത്ത് അനീഫ് ഖാക്ക് അറിയാറുണ്ട് മക്കളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട്. കാരണം ഇനി എത്ര നാളെന്നുള്ളത് അനീഫ് ഖാക്ക് ഒരുപക്ഷെ അറിയായിരുന്നു. ആ മക്കളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരുന്നൊക്കെ പിന്നീടാണ് കൂട്ടി വായിച്ചത് എൻ്റെ പെങ്ങൾ. ഒരുപക്ഷെ അനീഫ് ഖാക്ക് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആരും പറയില്ല. കാരണം പീക്ക് സമയത്ത് എന്നൊരു അസുഖത്തിൻ്റെ ഒരു ചികിത്സിക്കുമ്പം 2-3 മാസം ഹോസ്പിറ്റലാവും എന്നല്ല കരുതിയിട്ട് പറയാണ്ട് ഡോക്ടറെ അടുത്ത് അനീഫ് ഖാൻ പോകാറുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കുടുംബം ആരും അറിയില്ല. 4 മാസം മുന്നെയാണ് ഭാര്യ പോലും അറിയുന്നത്. എനിക്ക് തോന്നുന്നു അത് സഹപ്രവർത്തകർക്ക് കൂടെ ഒരുപാട് വേദന ഉണ്ടാക്കുന്നത്. ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഓർക്കുമ്പം അശോകൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന സമയത്തെ വിഷമിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരുപാട് വിഷമമായി പോയി. ഇപ്പൊ ഏറ്റവും കൂടുതൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ട് പറ്റാതെ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഹനീഫൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ ഒരു വീട് വെക്കുന്ന സമയത്ത് ഇവരുണ്ടാവണം ഈ വീട്ടിൽ നിന്ന് ആഗ്രഹിച്ച ആരെങ്കിലും? അനീഫ് ഖാൻ എല്ലാവരും ഉണ്ടാവുന്ന അനീഫ് ഖാൻ ഭയങ്കര ആഗ്രഹം. കാരണം അനീഫ് ഖാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന, കുടുംബം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരും വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതുപോലെ തന്നെ അനീഫ് ഖാൻ്റെ കല്യാണത്തിന് എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോഴും എല്ലാവരും റെസ്പോണ്ട് ചെയ്തിട്ടും മമ്മൂക്ക ഹൈദരാബാദാണ്, വന്ന ഉടൻ തന്നെ വീട് കാണാൻ വേണ്ടി വരുന്നൊക്കെ പറഞ്ഞായിരുന്നു. എല്ലാവരും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് അനീഫിക്ക്. ഞാൻ ഓരോ അവാർഡ് ഇങ്ങനെ നോക്കായിരുന്നു. ഞാൻ ആദ്യം നോക്കിയത് ഇവിടെയാ ചിത്രത്തിൻ്റെത്. ആൾക്ക് ഇക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറെ അവാർഡുകളാണ് ഇവിടെ ഉള്ളത്. എല്ലാം വെക്കാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. ഒരുപാട് ഇതൊന്നും ഒന്നുമല്ല. ഒരുപാട് ഇപ്പം ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു, കിട്ടിയിട്ടില്ല. അനീഫ് ഖാക്ക് സംസ്ഥാന അവാർഡ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ, സൂത്രധാരം, അതൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. കൊണ്ടുവെക്കണം. ഇതില് ഇക്കാടെ ഫേവറേറ്റ് ഏതാ ശരിക്കും? അല്ലെങ്കിൽ ഇപ്പൊ ചെയ്ത സിനിമകളിലാണെങ്കിലും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് കിരീടം. ആക്ച്വലി ഹനീഫ് ഖാന്റെ ട്രാക്ക് മാറുന്നത് കിരീടത്തിലാണ്. കിരീടത്തില് പക്ഷെ ഏറ്റവും രസം എന്ന് വെച്ചാൽ അനീഫ് ഖാൻ ആ
പടം അഭിനയിക്കുന്ന സമയത്ത് സീരിയസിൽ അഭിനയിച്ചത്. പക്ഷെ ജനങ്ങൾ അതൊരു തമാശയിൽ ഏറ്റെടുത്തു. പിന്നീട് അങ്ങോട്ട് മന്നാർ മത്തായി സ്പീക്കിംഗ് ട്രാക്ക് മാറി. ഇപ്പം അനീഫ് ഖാൻ ഇന്ന് ഞങ്ങളൊക്കെ പൊട്ടിച്ചിരിക്കുന്ന എന്നും ഒരു അനീഫ് ഖയിലേക്ക് മാറിയത് കിരീടം കൊണ്ടാണ്. കാരണം ഇപ്പം കിരീടം റിലീസിന് ലാലേട്ടൻ ശരിക്കും ഒരുപാട് വികാരഭേദനായിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് പേര് നഷ്ടപ്പെട്ടു. ശരിയാ, നമ്മൾ സീനിൽ നോക്കുമ്പോൾ പലരും അവിടെ ഇല്ല. അതൊരു വലിയ മിസ്സിംഗ് ആണ്. കിരീടം കഴിഞ്ഞിട്ട് ഇക്കാന്റെ ഒരു ഫേവറേറ്റ് സിനിമ എപ്പോഴും മനസ്സിലോർത്തേക്കുന്ന ഒരു സിനിമ ഏതായിരിക്കും? CID മൂസ. അതെന്തുകൊണ്ടാ? CID മൂസ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരാൻ കാരണം ജോണി ആന്റണി സർ വന്നായിരുന്നു ഹൗസ് വാമിങ്ങിന്. അന്ന് മൂപ്പർ പറഞ്ഞ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയോ ദൂരത്ത് പോയിട്ട് ഈ ഒരു ഹൗസ് വാമിനായിട്ട് വന്നായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, എങ്ങനെ വരാണ്ടിരിക്കാൻ പറ്റും ഫിറോസ്? എൻ്റെ ഷൂട്ടിലുള്ള സമയത്ത് ഉമ്മ മരിച്ചിട്ട് എന്നോട് പോലും പറയാതെ അഭിനയിച്ചൊരു വ്യക്തിയാണ്. കാരണം ഉമ്മ രാവിലെ മരണപ്പെട്ടു. ഷൂട്ട് കഴിഞ്ഞ് ഒരു 2 മണിയാവുന്ന സമയത്ത് ഹനീഫ് ഖ പറഞ്ഞു, ജോണി ഞാൻ ഒന്ന് പോയിക്കോട്ടെ, എൻ്റെ ഉമ്മ മരണപ്പെട്ടു. ആകെ ജോണിയുടെ പോലും ഷോക്കായിരിക്കുന്നു. അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് ഒരു വ്യക്തിയാണ്. ഒരു കമ്മിറ്റ്മെൻറ്റ് അനീഫ് ഖാൻ്റെത് നമുക്ക് എത്ര പറഞ്ഞാലും മതി വരില്ല. അതുകൊണ്ടാണ് അന്ന് ഉടൻ തന്നെ സെറ്റിൽ നിന്ന് സലീം കുമാർ അനീഫ് ഖാൻ്റെ വീട്ടിൽ പോവുകയും അനീഫ് ഖാൻ്റെ ഉമ്മാൻ്റെ മയ്യത്ത് സലീം കുമാറും ചുമന്ന് പള്ളി വരെയൊക്കെ ഒരു കഥയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ബേസ്ഡ് ഓൺ ദിസ്. അനീഫ് ഖാനോട് ആരെങ്കിലും എന്തെങ്കിലും സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ഉറപ്പാണ്, 1000 തവണ അനീഫ് ഖാൻ ഓൾറെഡി അവർക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അത് എനിക്കായാലും ദിലീപേട്ടനായാലും ആർക്കെങ്കിലും അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. ഇപ്പോൾ സലീമേട്ടൻ്റെ കാര്യം പറയുമ്പോൾ പോലും അദ്ദേഹവും നമ്മളിപ്പോൾ വിട്ടുപോയി. അപ്പൊ അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷനൊക്കെ ഭയങ്കര രസമായിരുന്നു പഴയ സിനിമകളിലൊക്കെ. ഭയങ്കര അത് ഇപ്പം വീണ്ടും ഇനി കിട്ടുമെന്ന് പോലും അറിയില്ല. നമുക്കത് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. കാരണം നമ്മുടെ ചൈൽഡ്ഹുഡൊക്കെ അത്രയും ബ്യൂട്ടിഫുൾ ആക്കിയ സിനിമകളല്ലേ. ശരിക്ക് ഹനീഫ് ഖാന്റെ അസുഖം കൂടി തന്നെ വെച്ചാൽ ഒരു വ്യക്തി നഷ്ടപ്പെട്ടുവാണ്. മറ്റാരുമല്ല, ലോഹിദാസ് വാത്സല്യം. ഹനീഫ് ഖാന്റെ പടമാണ് അത്. കഥയും തിരക്കഥയൊക്കെ ചെയ്തിരിക്കുന്നത് ലോഹിയേട്ടനാണ്. ലോഹിയേട്ടൻ്റെ അഭാവം, വേർപാട് ഹനീഫ് ഖാനെ ശരിക്കും തളർത്തി എന്നാണ് പെങ്ങൾ പറയാറ്. കാരണം ഇന്ന് ഫിലിം ഒരു കൊമേഴ്ഷ്യലായിട്ട് മാറി. കാരണം ഇന്നൊരു നമുക്ക് ആർക്കും ഒരു ഫീൽ നിന്ന്, കാരണം എല്ലാവരും കൊമേഴ്ഷ്യലാണ് ചെയ്യുന്നു, പടം കഴിഞ്ഞു കരാവലിന് പോയിരിക്കുന്നു. പണ്ട് അങ്ങനെയല്ല. പണ്ട് ഫിലിം സെറ്റിൽ വെച്ച് തന്നെ ഇവർ റെസ്റ്റിംഗ് ഉണ്ടാകുന്ന വെച്ചാൽ ഒരു റൗണ്ട് ചെയർ ഇട്ടുകൊണ്ട്, ഞാൻ പലതവണ കണ്ടതാണ്, ഇവർ റൗണ്ടായിട്ട് ചെയറിൽ ഇരുന്നിട്ട് തമാശകൾ പറയാറില്ല. ആ സീനിൽ കഴിഞ്ഞ തമാശകൾ ശരിക്കും പറയുന്നത് അവിടെ നിന്നാണ്. അവർ ഭയങ്കര ബന്ധമായിരുന്നു. പല സിനിമകളെ രൂപപ്പെടുന്നത് ചിലപ്പോൾ ആ സംസാരത്തിൽ നിന്നായിരിക്കും. പല സിനിമകളിലും അത് ഈവൻ ഡയലോഗ്സ് വരും, തമാശകളൊക്കെ അതിലൂടെ ജഗതിയേട്ടനൊക്കെ ശരിക്കും അവിടുന്ന് ഒരു സ്പോട്ട് ചെയ്യുന്നതാണ് ഇവരെ. അവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. കാരണം അവർ ഏറ്റവും കൂടുതൽ അവർ പണത്തേക്കാൾ സ്നേഹിച്ചത് ആ ഒരു കലയാണ്. എനിക്ക് തോന്നുന്നു ഈ വീട് മുഴുവൻ അദ്ദേഹത്തിന്റെ ഓർമ്മകളും അല്ലേ. 100%. എനിക്ക് തോന്നുന്നു ഓരോ വഴി സഞ്ചരിക്കുമ്പോഴും നമുക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ചും കൂടെ പ്രവർത്തിച്ച ആളുകളെ കുറിച്ച് സംസാരിക്കാതെ വയ്യ. ഈ ഒരു വീട് എന്ന് പറഞ്ഞൊരു സ്വപ്നം ഉണ്ടല്ലോ, ഇപ്പൊ ഒരു 16 വർഷത്തെ കാത്തിരിപ്പ് എന്ന് പറഞ്ഞ പോലെ എപ്പം മുതലാണ് ഈ വീട് സ്ഥലം കണ്ടുപിടിക്കുകയും ഈ വീടിന്റെ പണികൾ തുടങ്ങുകയൊക്കെ ചെയ്യുന്നത്? 2 years ആയി. 2 years മക്കളെ ഒരു 18 years ആയ സമയത്ത് 2 years ആയി വീടിന്റെ പിന്നെ ഞങ്ങളിവിടെ സ്ഥലം വാങ്ങിച്ചു. ഒരു വീടുണ്ടായിരുന്നു, അത് ഡിമോളിഷ് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഇന്റീരിയർ ചെയ്തിരിക്കുന്നത് ഏറ്റവും ഹൈലൈറ്റ്. ഇതിന്റെ ഇന്റീരിയർ ചെയ്തിരിക്കുന്നത് ഹനീഫ് ഖാന്റെ മക്കളാണ്, സഫ മർവ. ഒരാള് സിയും. അതൊക്കെ അനീഫ് ഖാന്റെ ആഗ്രഹങ്ങളായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ പെങ്ങൾക്ക് അത് സഫലീകരിക്കാൻ പറ്റി. കാരണം മൂപ്പർ ഇപ്പം പറയായിരുന്നു, ഒന്നിക്കൽ CA അല്ലെങ്കിൽ CS പഠിപ്പിക്കണം. അപ്പം എൻ്റെ പെങ്ങൾ ചെയ്ത് ഒരാൾ CAയും ഒരാൾ CS പഠിപ്പിച്ചു. അത് രണ്ടും അത് ചെയ്തെന്നാണ്. അവരാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ശരി. പക്ഷെ ഭയങ്കര രണ്ടുപേരുടെ ഉള്ളിൽ കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നല്ലേ, വീട് എന്നൊരു സ്വപ്നത്തില്. അത് ഈ വീട്ടില് മാക്സിമം ഒരു പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ 3 സ്റ്റോറേജ് ആണ്. അതിലും മേലിലേക്ക് അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഹോം തിയേറ്ററോ എന്തെങ്കിലും അങ്ങനെയൊക്കെ രീതിയിലാണ് ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്. 3 സ്റ്റോർ ആണ്. ഇതിപ്പോ മക്കളുടെ ആഗ്രഹമുണ്ട്, ഇത്താന്റെ ആഗ്രഹമുണ്ട്, ഇക്കാന്റെ ആഗ്രഹങ്ങള്. ഇപ്പം അനീഫിക്കാന്റെ ആഗ്രഹം ഈ വീട് പണിയുമ്പോൾ അവരെല്ലാ ആഗ്രഹങ്ങളും കൂടെ നിൽക്കുന്നതുകൊണ്ട് ചോദിക്കാം, അനീഫിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും സന്തോഷിക്കായിരുന്ന ഒരു കാര്യം ഈ വീട്ടിൽ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? ഇവിടെ പകൽ സമയത്ത് വന്ന സമയത്ത് നല്ല കാറ്റും വെളിച്ചാണ്. പെങ്ങളെപ്പോഴും പറയും, അനീഫ്ക്ക് എന്നും പറയും ഒരു കാറ്റും വെളിച്ചും ആ വീട്ടിലുണ്ടായിരിക്കണം. ഇത് ഓട്ടോമാറ്റിക്കലി എന്താണെന്നല്ല, വീടെടുത്ത സമയത്ത് ആ ഒരു ഫീലാണ് തോന്നുന്നത്. അനീഫ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതെ. ആൻഡ് ഇവിടെയും അവാർഡ്സ് ഉണ്ട്. ആൻഡ് ഈ ഒരു ഫോട്ടോ ഫ്രെയിമിലേക്ക് ഞാൻ ആദ്യം നോക്കിയിട്ടോ, എനിക്ക് തോന്നുന്നു ഒരുപാട് മൊമെന്റോസ് വരാനുണ്ട്. ഇപ്പം പോളിഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോനെ കുറിച്ചൊന്ന് പറയൂ.
എനിക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് നേരിട്ട് കാണണം എന്ന് ആഗ്രഹിച്ച ഒരുപാട് കലാകാരന്മാർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇവരെ ഷൂട്ട് കഴിഞ്ഞാൽ അവരെ ഫ്രണ്ട്ഷിപ്പ് അവിടെ തുടരുന്നതാണ്. ഇന്ന് കട്ട് ഓഫ് ചെയ്തിട്ട് കാരാവനിലേക്ക് പോകുന്ന സമയത്തൊക്കെ അന്ന് ഷൂട്ട് കഴിഞ്ഞിട്ടായിരുന്നു അവരെ ആ സന്തോഷങ്ങൾ. ഒരുമിച്ചാണ് പലരും ഹോട്ടലിൽ പോലും റൂം എടുത്ത്, കാരണം ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ റെമ്യൂണറേഷനേക്കാളും അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് കലക്കാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഇക്കാൻ ഇത്ര ഇഷ്ടം അല്ലേ. ഇപ്പോഴും ആളുകൾ അത് ഓർക്കുമ്പോൾ 16 വർഷമായിട്ടും ഇപ്പോഴും, കാരണം അനീഫ്ക ബിഹൈൻഡ് ദ സ്ക്രീൻ, വെള്ളിത്തിരയിലല്ല ബിഹൈൻഡ് ദ സ്ക്രീൻ, ഒരു ഡയറക്ടറാണ്, കഥ തിരക്കഥ എല്ലാം ഉണ്ടെങ്കിലും ബിഹൈൻഡ് ദ സ്ക്രീന് ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര ഊന്നൽ നൽകുന്നതാണ്. ഫ്രണ്ട്സിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് ജമ്പ് ചെയ്യും, അതിൽ കംപ്ലീറ്റ് ഇൻവോൾവ് ആണ്. കാരണം പ്രിയേട്ടൻ എലീസിൻ്റെ ഒക്കെ ഇഷ്യൂ സമയത്തൊക്കെ അനീഫ്ക്കായിരുന്നു ഉണ്ടായത്. ഈവൻ ദിലീപേട്ടൻ മിന്നാന്ന് ഇവിടെ വന്ന സമയത്ത്, ഹൗസ് വാമിങ് വന്ന സമയത്ത് പറഞ്ഞായിരുന്നു അനീഫ്ഖാന്റെയും ലോയേട്ടൻ്റെ ഒക്കെ അഭാവം ശരിക്കും കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അമ്മ സങ്കടമൊക്കെ. അനീഫ്ക ബിഹൈൻഡ് ദ സ്ക്രീന് ഭയങ്കര സ്ട്രോങ് ആണ്. ഇന്ന് മലയാള സിനിമയിൽ ആക്ടേഴ്സിനൊക്കെ എടാന്നും മോനെന്നും വിളിക്കാനും പവർഫുൾ ആയിട്ട് 2 പേരാണ്. ഒന്ന് ഇന്നസെന്റ് ഏട്ടൻ, ഒന്ന് അനീഫ്ക. കാരണം എല്ലാവരും അത് സ്വീകരിക്കും, എല്ലാവർക്കും അനീഫ്ഖാൻ ഇഷ്ടമാണ്. അതെ, ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ പറയാം ഭയങ്കര ഒരു പോസിറ്റീവ്, ലൈറ്റിന്റെ ആവശ്യമൊന്നുമില്ല, കയറുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വീട്, അങ്ങനെ പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ഒരു വീട്. ഇപ്പോൾ ലൈറ്റിംഗിലായാലും ഇപ്പോൾ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ലൈറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. എങ്ങനെ ഇതിന്റെയൊക്കെ സെലക്ഷൻ ആരോ ചെയ്തത്? മക്കൾ തന്നെയാണ് മക്കൾ ചെയ്ത്. വേറൊരു കാര്യം ചെയ്ത്, വാഷ് ബേസിന് ഒരു സംതിങ് ഡിഫറെന്റ് സ്റ്റൈലാണ് മക്കൾ ചെയ്തിരിക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു കോട്ടയാട് ആയിട്ട് ഒരു ഫ്ലവേഴ്സ് ഒക്കെ വെച്ചുകൊണ്ട് ഇനിയും എന്തൊക്കെയോ ഒരു എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ട്. ടൈൽസും നന്നായി, ഇതെല്ലാം എനിക്ക് തോന്നുന്നു നേരത്തെ ഇവര് സെലക്ട് ചെയ്ത് കുറെ ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു ഡിഫറെന്റ് തീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മഴ പെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. ഈ ചെടികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് രണ്ടുപേരും. ഓക്കെ, ഇനിയും എന്തൊക്കെയോ ഒരു പ്ലാൻ ഉണ്ട്, ചെയ്യാറുണ്ട്. 2 എഞ്ചിനീയേഴ്സ്മാരും പണി നിർത്തിയിട്ടില്ല, പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് ചെയ്യും. ഓക്കെ, ഇനി ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അവർക്ക് നമ്മുടെ വീടും കൊണ്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊക്കെ ആൾക്കാർ മെസ്സേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഈ വീട്ടിൽ നമ്മൾ ഏത് ഭാഗമാണ് കാണാൻ വേണ്ടി പോകുന്നത്? നമുക്ക് ബെഡ്റൂംസ് 5 ബെഡ്റൂം. അതിനു മുമ്പ് ഈ ഒരു ഫോട്ടോ ഞാൻ ചോദിച്ചില്ല, അത് 2 പേരുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ, കാവ്യ ചേച്ചിയുടെ കൂടെയുള്ള അല്ലേ, നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഇവര് എനിക്കൊന്ന് കുറെ ഓടി, ഇത് എവിടുന്ന് ഈ അവര് ശരിക്കും ഇന്റർനെറ്റ് സെർച്ച് ചെയ്തിട്ട് ടൈം എടുത്തിട്ടുണ്ട്. എവിടുന്ന് ഇതൊക്കെ സെലക്ട് ചെയ്ത് ഇവര്? കേരളത്തിൽ നിന്നാണോ ഒരു പുറത്തുപോയി ബാംഗ്ലൂർ അങ്ങനെ? മിക്കതും കേരളത്തിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അല്ലേ? കുറെയൊക്കെ ഓൺലൈനിൽ വരുത്തിച്ചിട്ടുണ്ട്. ഇത് കാണില്ലേ ഈ ഫ്ലവേഴ്സ്, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്, കൊള്ളായിരുന്നു. ആൻഡ് ഈ ഒരു മിറർ, അവർക്ക് ആഗ്രഹമാണ്, പ്രത്യേകിച്ച് ഗേൾസിന് മിറർ കണ്ടാലാണ് ഏറ്റവും സന്തോഷം വരിക. അപ്പൊ അവരുടെ ആഗ്രഹമായിരുന്നു ഈ ഒരു ഐഡിയ. കൊള്ളായിരുന്നു. അല്ല, ഭയങ്കര നീറ്റായിട്ടും ഒരുപാട് സാധനങ്ങൾ വെക്കാതെ ക്യൂട്ട് ആയിട്ടുള്ള സാധനം വെച്ചിട്ട് മനോഹരാക്കിയിട്ടുണ്ട്. കൊള്ളായിരുന്നു. ഇവിടെ ഇത്ര മുറികളുണ്ട്? 5 മുറികൾ. നമ്മള് ഇനി എവിടെയാണ് നമ്മൾ ആദ്യം പോണ? കിച്ചണിലേക്കാണോ റൂമാണോ? കിച്ചൺ. ഇതാണ് കിച്ചൺ. എനിക്ക് അവർ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇത്തത്തെ ഇവിടെ ആയിരിക്കും. ഈ കിച്ചൺ വരുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ? കിച്ചൺ വരുമ്പോ ഇങ്ങനെയൊക്കെ വേണം എന്നൊക്കെ, ഈ ഒരു കളർ കോംബോ എല്ലാം അവരുടെ ഉമ്മയും മക്കളും കൂടി ചെയ്തതാണ്. ഞാനൊന്നും കൈയെടുത്തിട്ടില്ല, അവരെ ഇഷ്ടത്തിന് ചെയ്ത കാര്യം. ഈ വീട് കണ്ടപ്പോഴേ, പണിയൊക്കെ തീർന്ന് കണ്ടപ്പോഴൊരു എങ്ങനെയായിരുന്നു അവർ രണ്ടുപേരോടും പറഞ്ഞത്? കാരണം അവരുടെ ആഗ്രഹം, അവരതിനു വേണ്ടി കുറെ ഹാർഡ് വർക്ക് ചെയ്തല്ലോ, അവരുടെ ഇഷ്ടത്തിനാണല്ലോ വീട് വെച്ചിട്ടുണ്ടത്. അപ്പൊ നേരിട്ട് കണ്ടപ്പോ എന്ത് തോന്നി? 2 കുട്ടിയോട് എന്ത് പറഞ്ഞു? എനിക്ക് ഒരുപാട് സന്തോഷമായി, കാരണം ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. കാരണം എന്നെല്ലാം സർപ്രൈസ് ആക്കി വെച്ചു. എനിക്ക് ഒരു ഫോട്ടോ പോലും അയച്ചു തന്നിട്ടില്ല. ഞാൻ എപ്പം ചോദിക്കും എന്തായി വർക്കിന്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ ചോദിക്കും. ഫിനുക്കാക്ക എന്നെ ഫിന്നു വിളിക്കാതെ ഫിനുക്കാക്ക വന്നിട്ട് കാണുമെന്ന് പറയും. പിന്നെ അതൊരു ഇഷ്ടമായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ശരിക്കും ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഈ വീടിന്റെ സന്തോഷമല്ല, ആ മക്കളും ആ ഉമ്മയും കൂടി ഇത് ചെയ്തല്ലോ. ഒരാളോടും ഒരു പരാതിയോ ഒന്നും പറയാതെ, ഒരാളെ മുമ്പിലും കൈനീട്ടാതെ, ഹനീഫ് ഖാന്റെ സമ്പാദ്യം കൊണ്ട് തന്നെ കുറച്ച് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. പക്ഷെ ആ മക്കളും ഉമ്മയും കൂടി ഇത് ചെയ്തെന്നാണ്. അതാണ് ഇതിന്റെ ഒരു ഭംഗി. ഈ വീടിന്റെ ഭംഗി അതാണ്. ഈ വീടിന്റെ വെളിച്ചം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കാത്തിരിപ്പാണ്. ശരിയാണ്, സൈലന്റ് ആയിട്ട് അവർ കാത്തിരുന്നു എന്നതാണ്. ഈവൻ ബ്രദറായ എന്നോട് പോലും ഒന്നും, കാരണം അവർക്കറിയാം ഒരു ഹനീഫ് ഖാന്റെ സമ്പാദ്യം അത് കാത്തിരുന്നാണ്. ബാക്കി എല്ലാ സപ്പോർട്ടും നിങ്ങൾ കൊടുക്കായിരുന്നു. പക്ഷേ ഈ വീടിൻ്റെ എന്ന് വെച്ചാൽ അവർ തന്നെ ചെയ്താണ്.
ഞങ്ങൾ ഈ അടുക്കള കാണുന്നത് പാല് കാച്ചുന്ന വീഡിയോ ആണ് ഞങ്ങൾ കണ്ടത്. അതിൽ ഫാമിലിയുടെ കൂടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ദിലീപേട്ടനെ കണ്ടു ഞങ്ങള്. അത് ഭയങ്കര സന്തോഷമായി, ദിലീപേട്ടനും കൂടെ പാല് കാച്ചുന്നത് കണ്ടപ്പോൾ. അതിനുള്ളൊരു റീസൺ എന്താ? നിങ്ങളുടെ ഫാമിലിയിലെ ഒരു അംഗം പോലെ തന്നെ ദിലീപേട്ടനെ നമുക്കറിയാം. എന്തായിരുന്നു അതൊരു നിർബന്ധം ഉണ്ടായിരുന്നു ദിലീപേട്ടനും അതിന്റെ ഒരു ഭാഗമാവണം എന്ന്? ഭയങ്കര സന്തോഷമായി. കാരണം ദിലീപേട്ടൻ അന്ന് ഷൂട്ടിങ് കഴിഞ്ഞ് ഡയറക്റ്റ് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പം ഈ ഒരു മുഹൂർത്തം മിസ്സായി പോകരുതെന്ന് കരുതിക്കൊണ്ട് ഇപ്പോൾ കാറിൽ കിടന്നുറങ്ങി അതിരാവിലെ തന്നെ ഇവിടെ ആയിരുന്നു. ഒരു 3:45 ആകുമ്പോൾ ദിലീപേട്ട് എത്തിയായിരുന്നു. കാരണം ഞങ്ങൾ 4:50 ബാങ്ക് കൊടുത്തോടെ ഞങ്ങളിവിടെ വീട്ടിലേക്ക് കയറി. ആ സമയത്ത് കാരണം അനീഫയ്ക്കായിട്ടുള്ള അത്ര ബന്ധമാണ്. ആ മക്കളെ ചേർത്ത് പിടിച്ച് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവാം. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു താങ്ങായിരുന്നു ദിലീപ്. അതായത് അദ്ദേഹത്തിന്റെ സെറ്റിലേക്ക് കാറ് കൊണ്ടുപോയി അതിൽ നിന്ന് റെന്റ് ആണ് കൊടുത്തതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. കാരണം ഈ ഒരു കുടുംബം ഒരാളോട് പോലും ഒന്നും പരാതി പറഞ്ഞിട്ടില്ല. ദിലീപ് അത് മനസ്സിലാക്കി. കാരണം ഇവരെ അക്കൗണ്ട്സ് ഒക്കെ ഫ്രീസ് ആകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളൊക്കെ അക്കൗണ്ട് ഒരു മാസം ഫ്രീസ് ആയി തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഇത്രയും വർഷം ഒരു അക്കൗണ്ട് ഒക്കെ ഫ്രീസ് ആയി കിടക്കുക ആ സമയത്ത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പം ദിലീപ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പെങ്ങളെ സമീപിച്ചത് ഈ ഒരു ഇന്നോവ കാറിന്റെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ ഇന്നോവ കാറിന്റെ രീതിയിലായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് മുറി കാണാലോ. താഴെ 2 മുറികളാണല്ലോ. താഴെ 5 ബെഡ്റൂംസ് ആണ്. താഴെ 2 റൂം, മേലെ 3 ആണ്. ഇത് മാസ്റ്റർ ബെഡ്റൂം, പെങ്ങളെ റൂമാണ്. ഓക്കെ, അവിടെയും ഈ ഫോട്ടോ ഉണ്ട്. ആൻഡ് ഇവരുടെ ഒരു 4 പേരുടെ ഒരു ഫോട്ടോ അത് ക്രിയേറ്റ് ചെയ്തതാണല്ലേ? അതെ. ഒരുപാട് ആഗ്രഹിച്ചൊരു ഫോട്ടോ ആയിരുന്നു. അനീഫ്ഖാക്ക് ഫ്രെയിംസ് ഭയങ്കര ഇഷ്ടമാണ്. അനീഫ്ഖാന്റെ കല്യാണത്തിന് അനീഫ്ഖാന്റെ ബാബുച്ചിന്റെ ഫോട്ടോ സ്റ്റേജിലുണ്ടായിരുന്നു. ബാബുച്ചിന്റെ ഉമ്മാന്റെ ഫോട്ടോ ഫ്രെയിംസ് ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോസ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇക്കാന്റെ ഇഷ്ടങ്ങള് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ആർക്കുള്ള? അതായത് ഈ ഫ്രെയിംസ് ഒക്കെ 2 പേർക്കും ഇഷ്ടമാണ്. മറവ നന്നായിട്ട് വരയ്ക്കുകയും ചെയ്യും. രണ്ടാമത്തെ മോൾ സഫിയാണ്. 1 മിനിറ്റിന്റെ ഡിഫറൻസ് ആണ്. ട്വിൻസ് ആണല്ലോ. മറവ നന്നായിട്ട് വരയ്ക്കുകയും ചെയ്യും. അനീഫ്ഖാന്റെ ഒക്കെ ഒരു കഴിവ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം വളരെ ചെറുപ്പത്തിലാണല്ലോ ഒക്കെ പോകുന്നത്. അപ്പൊ അവർക്ക് ചിലപ്പം ആ സമയത്ത് എന്താണെന്ന് പോലും അറിയുന്നുണ്ടാവില്ല. വളർന്നതിന് ശേഷം ഇത്രയും അധികം ആളുകൾ ഇക്കാനെ സ്നേഹിക്കുന്ന മക്കൾ അറിയണത്. അപ്പൊ അവർക്കുള്ള ശരിക്കും ഞാൻ അവരോട് കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു ചോദ്യമായിരുന്നു. അവർക്ക് എങ്ങനെയാ അത് ഫീൽ ചെയ്യുക? അവരെങ്ങനെയാണ് ഇപ്പൊ അതിനെ കാണുന്നത്? എന്റെ ഉപ്പാനെ പറ്റി ആളുകൾ എപ്പോഴും നല്ലത് പറയുന്നു, ഉപ്പാന്റെ സിനിമകൾ കാണുന്നു. അതിപ്പം ചെറുപ്പത്തിലെ ഒരു റിയാക്ഷൻ കാണുന്നുണ്ടാവുമല്ലോ. എങ്ങനെയാ അവരുടെ ഒരു ഫീൽ എങ്ങനെയാ ശരിക്കും മനസ്സിലാക്കിയത്? ബാപ്പച്ചിനെ വിളിക്കാറ്. ബാപ്പച്ചിനെ അവർ ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു TV ചാനലിൽ ബാപ്പച്ചി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റീൽസിൽ, അല്ലെങ്കിൽ വാട്സപ്പ്, അല്ലെങ്കിൽ സ്റ്റിക്കർ ഇമോജി ആയിട്ട് പോലും ബാപ്പച്ചി ഉണ്ട്. പിന്നെ എവിടെ പോയാലും ബാപ്പച്ചിന്റെ നന്മകളെ ആൾക്കാർ അവർ കേൾക്കുന്നുള്ളൂ. അവർക്ക് ഓർമ്മ വെച്ച നാള് മുതൽ ബാപ്പച്ചിനെ അവർ കണ്ടില്ലെങ്കിലും കേൾക്കുന്ന മുഴുവൻ ഇപ്പൊ 16 വർഷം ഇപ്പോഴും ഫ്രഷ്നെസ്സോടെയാണ് മലയാളികൾ എല്ലാവരും അവരെ സ്നേഹിക്കുന്നത്. അപ്പം അവർക്ക് ഒരു ബാപ്പച്ചി എന്ന് പറഞ്ഞാൽ എല്ലാമാണ് അവർക്ക്. അവർ എല്ലായിടത്തും ഒരാടത്തുനിന്നും മാത്രമല്ല, ഉമ്മച്ചി മാത്രമല്ല പറയുന്നത്, ഒരു വലിയൊരു എല്ലാവരുമാണ് അനീഫ്ഖാനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ശരിക്കും അവർ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടോ ഈ ബാപ്പച്ചിയെ ഒന്ന് ജീവനോടെ കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ട്. സത്യം. ഇപ്പം നല്ല മുറികൾ. അപ്പൊ എനിക്ക് അവർക്ക് ഉപ്പാന്റെ ആഗ്രഹം പോലെ തന്നെ ഓരോ മുറികളും അവര് അത്രയും നന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. മക്കളെ 2 റൂം മേലെയാണ്, മുകളിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് കാണാം. ഓ, എനിക്ക് തോന്നുന്നു ഈ ഫ്ലോറിൽ വരുമ്പോ തന്നെ ആദ്യം കാണുന്നത് ഈ ഒരു ഫോട്ടോ ഫ്രെയിംസ് തന്നെയാണ്. കാക്ക് ഇഷ്ടമുള്ള പോലെ ഒരുപാട് ഫ്രെയിംസ് ഈ വീട്ടിലുണ്ട് അല്ലേ? ഇത് ഈ വീടിന്റെ പേര് അനീഫ്ഖാക്ക് നിർബന്ധമായിരുന്നു എന്തെങ്കിലും വീടെടുക്കുന്ന സമയത്ത് ഉപ്പ AB. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കൊച്ചിൻ അനീഫാസ് AB മനസ്സിൽ നിട്ടു. ഓക്കെ, മക്കളുടെ ഓരോരോ. അനീഫ്ഖാൻ നല്ലൊരു ക്രിക്കറ്ററാണ്, നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആണ്. അതെ, ഒരു സ്പോർട്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് സ്വിച്ച് ചെയ്യുമ്പോൾ വരുന്ന ഫോട്ടോസിൽ ഒന്നാണ്, മെയിൻ ഫോട്ടോസിൽ ഇതാണ്. പിന്നെ കല്യാണ ഫോട്ടോ ഉണ്ട്. ഇത് മക്കളെ ഈ ഒരു സമയത്തായിരുന്നു അനീഫ്ഖാന്റെ മരണം സംഭവിച്ച. മക്കൾക്ക് ഒരു 4 വയസ്സിനായ സമയം. പിന്നീട് ഇവരുടെ ഒരു 3 പേര് ഭയങ്കര ഒരുപോലെ നിൽക്കുന്ന ആൾക്കാരാണ് തോന്നിട്ട്, ഒറ്റ മനസ്സായിട്ട് ഭയങ്കര ഒരു യോജിപ്പാണ്. സത്യം, അത് കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര സൈലന്റ് ആയിട്ടെങ്കിൽ അവരെന്താണോ അവരുടെ ഡ്രീം അതനുസരിച്ച് ഒരുമിച്ച് കൂടെ നിൽക്കുന്ന ആളുകളും. ഇത് ഞങ്ങളുടെ കുടുംബമാണ്. ഇതെന്റെ ഉമ്മയാണ്, ഇതെന്റെ വൈഫ്.
Okay. എനിക്ക് 3 സിസ്റ്റേഴ്സ് ആണ്. സിസ്റ്റേഴ്സ് ആണ്. ഞാൻ എൻ്റെ ബ്രദറാണ്, 3 സിസ്റ്റേഴ്സ് ആണ്. അത് ഭയങ്കര ഭാഗ്യാട്ടോ, 3 സിസ്റ്റേഴ്സിന്റെ ഒരേ ഒരു ആംഗിളായിട്ട് നിക്കാന്ന് പറയണേ. ഓക്കെ, ഇതാണ് അടുത്ത ഫ്ലോറിലേക്കുള്ള നെക്സ്റ്റ് ഫ്ലോർ. നമുക്കിനി ഒരു ലിവിംഗ് റൂം ഉണ്ട്. ഒരു അപ്സ്റ്റൈൽ ഒരു ലിവിംഗ് റൂം ഓക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇത് അവരുടെ, ഞാനിപ്പോ ശരിക്കും അവരെയാണ് മിസ് ചെയ്യുന്നത് കേട്ടോ. കാരണം അവർക്കായിരിക്കും മുക്കും മൂലയെ കുറിച്ച് അറിയുന്നുണ്ടാവുക പറയാനൊക്കെ. അതുകൊണ്ട് നമ്മൾ ആരും കൈയെടുത്തില്ല, അവർ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. നിങ്ങൾക്ക് എന്താണോ നല്ലത് തോന്നുന്നത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഓരോ സൈഡ് ഓരോ കളർ കോമ്പോ അവർ പിടിച്ചിട്ടുണ്ട്. നല്ല തീമാണ്, നല്ല തീം അവർ യൂസ് ചെയ്ത്. ഈ വീട് കണ്ടിട്ട് എല്ലാവരും എന്താ പറയണോ? എല്ലാവർക്കും ഇഷ്ടമായി. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ അവർ ആ ഒരു കാത്തിരിപ്പിന്റെ ആ ഒരു, അതാണ് ഈ ഒരു വീടിന്റെ ഏറ്റവും വലിയ ഭംഗി. ഏതൊക്കെ സെലിബ്രിറ്റീസ് വന്നു ഇപ്പൊ കാണാൻ വേണ്ടിട്ട്? ജോഷിയേട്ടൻ ഉണ്ടായിരുന്നു, അശോകേട്ടൻ ഉണ്ടായിരുന്നു. അശോകേട്ടൻ കരയുന്ന ഒരു വീഡിയോ ചോദിച്ചപ്പോ തന്നെ കണ്ണൊക്കെ നിറഞ്ഞു. ഞങ്ങൾക്ക് വിഷമായി പോയി, അവരെ അത്രയും ക്ലോസ് ആയിരുന്നല്ലോ. ഒരുപാട് പേര് പുറത്താ ഉള്ളത്, പക്ഷെ അവരൊക്കെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ഈ വരുന്ന ആഴ്ചകളിലൊക്കെ എന്തായാലും വിസിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ വീടിന്റെ പ്ലാനിങ് മുഴുവൻ ചെയ്ത 2 പേരുടെ മുറിയാണ്. കാരണം ആ മുറി എങ്ങനെ അവർ സെറ്റ് ചെയ്തിരുന്നു എന്ന് എനിക്ക് അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇവിടെ ഒരു ഫ്രെയിം കൂടി ഉണ്ടല്ലേ? ഈ വീടിന്റെ ഏത് മുക്ക് മൂലം നോക്കി ഫ്രെയിംസിന്റെ ഇതാണ്. ഇവിടെ നിറച്ച് ഫ്രെയിംസ് ആണോ ആ കാണുന്നതൊക്കെ? ഇത്രയും ഫ്രെയിംസ് ഒക്കെ ഉള്ള വീട്. ഓ, അവര് പിങ്ക് ഷെയ്ഡാണ്. ഒരാൾ പിങ്ക്, ഒരാൾ ബ്ലൂവിന്റെ ലൈറ്റ് ആണ്. ഇതാരുടെ മുറിയാ? ഇത് സഫയാണ്. സഫയാണ് മൂത്തത്. 1 മിനിറ്റിന്റെ ആ ഒരു ഗ്യാപ്പാണ് ട്വിൻസാ. അപ്പം ആൾക്ക് പിങ്ക് ആണ് ഇഷ്ടം. ഓക്കെ, ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഗിഫ്റ്റ് ചെയ്ത ആൾക്ക്, ഇവർക്ക് ഇങ്ങനെ പഠിത്തം നന്നായിട്ട് സിയം പഠിക്കുമല്ലോ, നന്നായിട്ട് ഭവൻസിലാണ് കഴിയുന്നത്. ഇപ്പം സിയൊക്കെ ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിക്കും. മക്കൾക്ക് ഒരു അവാർഡ്സ് ഒക്കെ കിട്ടിയായിരുന്നു. അവാർഡ്സ് ഒക്കെ ഇതിൽ പഠിപ്പിന്റെ അക്കാഡമിക് അവാർഡ്സ് കിട്ടിയായിരുന്നു. ഓക്കെ, മിടുക്കിമാരായിട്ടുള്ള 2 പേരാണ്. പി.ടി. തോമസിന്റെ അവാർഡൊക്കെ കിട്ടിയായിരുന്നു. അവർക്ക് ഇതല്ലാതെ ഇതിലൊരു കഴിവുണ്ട് നമുക്ക് മനസ്സിലായി. ഇതല്ലാതെ എന്തൊക്കെ ടാലന്റ് അവർക്കുണ്ട്, കഴിവുകൾ? അവര് ഒരാള് വരക്കും, പിന്നെ ഒരാള് മൂളിപ്പാട്ടൊക്കെ പാടും, പിന്നെ ഒരു ചെറിയ മടിയാണ്. ഷൈ ആയിട്ടുള്ള ആളുകളെ 2 പേര്. ഓക്കെ, ശരി, നമുക്കിനി അടുത്ത മുറി കാണാം. ഓക്കെ, ഇതാണ് അടുത്ത ആളുടെ മുറി. ഇത് മറവ ബ്ലൂ കോമ്പിനേഷൻ പക്ഷെ കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. എനിക്കൊന്ന് പൊതുവെ നമ്മുടെ റൂമിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കുറെ കിടന്ന് പണിയെടുക്കുക, ഭയങ്കര ഡൗട്ടൊക്കെ വരിക. പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മുറിയാണ് 2 പേരും ചെയ്തിട്ടുള്ളത്. എത്രയൊക്കെ ഇതില് പോലും ആരുടെ ഹെൽപ്പ് അവര് നോക്കിയില്ല എന്നാണല്ലേ ഇതിന്റെ? ആണോ? നമുക്ക് പൊതുവെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടികള് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ ഇപ്പോഴും അഭിമാനം തോന്നാറുണ്ട്. സോ അവരുടെ 3 പേരുടെ കാര്യത്തിലും എനിക്കത് ഒരുമിച്ച് അവർ ഒരുപോലെ നിന്ന് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. അത് കേൾക്കുന്നവർക്കായാലും ഇപ്പൊ ഇക്ക കാണുവാണെങ്കിൽ കൂടെ അതിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. യെസ്, അപ്പൊ നമുക്ക് ഇതിന്റെ താഴോട്ടൊന്ന് പോവാം. ഇവിടെ ഒരു ഫ്രെയിം ഇരിക്കുന്നുണ്ടല്ലോ. ഇത് ഇന്ന് വൈകിട്ട് വന്നായിരുന്നു. ഒരു മലപ്പുറത്ത് നിന്ന് അനീഫ് ഖാന്റെ കുടുംബത്തെ കാണാനായിട്ട് ഒരു റബീഹ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി വന്നായിരുന്നു. ഒരുപാട് സന്തോഷം കൊണ്ട് ആ മക്കൾ കൊടുത്തായിരുന്നു. അയ്യോ, അവർക്ക് സത്യം ഭയങ്കര മനസ്സിനറിയില്ല. ഞാനിത് മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ എല്ലാവർക്കും ഹനീഫ് ഖയെ ചേർത്ത് വെച്ചിട്ടുണ്ട്. പല ഫോട്ടോസിനും ഹനീഫ് ഖയെ ചേർത്ത് വെച്ചതാണ്. കാരണം അവർ അത്രയും ആഗ്രഹിച്ചതാണ് അവരൊരുമിച്ച് ഉണ്ടാവണം എന്നുള്ളത്. ശരി, അതല്ലേ ഒരു അത്രയധികം സ്നേഹം കിട്ടാന്ന് പറയുന്നതേ ഒരു ഭാഗ്യമല്ലേ അല്ലേ? അത് നിങ്ങൾക്കായിരിക്കും ചിലപ്പോൾ അത് ഫീൽ ചെയ്യുന്നത്. കാരണം ആളുകൾ വരുമ്പോഴാ ഹനീഫ് ഖയുടെ സ്നേഹമാണല്ലോ എല്ലാവരുടെയും കിട്ടുന്നത്. ഓക്കെ, നമുക്ക് താഴേക്ക് പോയാലോ. അങ്ങനെ അനീഫ് ഖാന്റെ ആഗ്രഹം പോലത്തെ ഒരു വീട് ഒരിക്കൽ അനീഫ് ഖ വൈഫിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ നമുക്കൊരു വീടുണ്ടാവും, ആ വീട്ടിൽ താമസിക്കുന്ന ഒരിക്കൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അതിന് ഈ 3 പേർക്കാണ് മുഴുവൻ ക്രെഡിറ്റ്സും. കാരണം അവർ 3 പേരാണ് സത്യത്തിൽ ഈ വീടിന്റെ പിന്നിൽ അത്രയും ഹാർഡ് വർക്ക് ഇട്ടതും അവരുടെ വിഷമമൊക്കെ എല്ലാം ഇതിലുണ്ട്. ആൻഡ് ഇവിടെ വരുമ്പോൾ ഞാൻ ഈ ഫീൽഡിലായതുകൊണ്ട് തന്നെ ഇക്കാന്റെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സീന് കാണാത്തൊരു ദിവസം ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ഇക്കാന്റെ സിനിമകൾ വരും, സീനുകൾ വരും. പക്ഷെ ഇവിടെ വരുമ്പോൾ എല്ലായിടത്തും ഒക്കെയുണ്ട്. അത് നമുക്കത് ഫോട്ടോ ഫ്രെയിമിലാണെങ്കിലും അവാർഡ്സ് ആണെങ്കിലും സംസാരിക്കുമ്പം എല്ലായിടത്തും ഒക്കെയുള്ള ഒരു ഫീലാണ് ഈ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് കിട്ടണം. അത് തന്നെയായിരിക്കും ഇവിടെ വന്ന് പോയവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക. ഈ വീട് കാണുന്ന ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ട്. അതിപ്പോ വീഡിയോസ് കണ്ടപ്പോൾ തന്നെ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. ഇതിന്റെ ഹൗസ് വാമിങ് കഴിയുമ്പോൾ അവരുടെ സന്തോഷമായിരുന്നു. ഈ ഒരു വീട് അവരും കുറെ ആഗ്രഹിച്ച പോലെ ഉണ്ട്. അത് ഇവര് 3 പേരും സേഫ് ആയിട്ടുള്ള ഒരു വീട്ടിലെത്തിയല്ലോ, വാടക വീട് അല്ലാത്ത ഒരു ഫീൽ ഉണ്ടായിരുന്നു.
കമന്റ്സിലൂടെ ഒരുപാട് പേര് ഇതുവരെ കാണാത്ത ആളുകളുടെ സ്നേഹം കിട്ടുന്നുണ്ടാവില്ല. എങ്ങനെയായിരുന്നു അതിന്റെ? ഒരുപാട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ്, കമൻ്റ് അല്ല, അതൊരു റൈറ്റപ്പ് ആയിരുന്നു. രേഷ്മ എന്ന് പറയുന്ന റൈറ്റപ്പ്. അവർ പറഞ്ഞിരിക്കുന്നത്, പ്രിയപ്പെട്ട ഹനീഫ് ഖാ, നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരം നിങ്ങളെ ഭാര്യയാണ്. അതൊരു വല്ലാത്തൊരു ടച്ചിങ് ആണ്. കാരണം ഹനീഫ് ഖാ ബാക്കി വെച്ച സ്വപ്നങ്ങൾ ഈ മൂവർ സംഘം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. മലയാളികളുടെ സപ്പോർട്ടോടുകൂടി എന്നും സ്നേഹത്തോടെ, അവരെ എന്നും സ്നേഹത്തോടെ ഓർക്കുകയും അവരെ സ്നേഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട മലയാളികൾ ഇനിയും അവരെ കൂടെ ഉണ്ടാവണം. തീർച്ചയായിട്ടും ഇനിയും ഈ കുടുംബത്തിലൂടെ ഞങ്ങൾ കൂടെ ഉണ്ടാവും. താങ്ക് യു. കണ്ടിൽ സംസാരിച്ച് ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു.